ഹരേ കൃഷ്ണ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. വന്ദേഹം ശ്രീഗുരോः ശ്രീയുതപദകമലം ശ്രീഗുരൂन् വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാന്വിതാംശ്ച പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഹരേ കൃഷ്ണ. ശ്രീ ഗുരുവായൂരപ്പൻ്റെ സന്നിധി അഷ്ടമിരോഹിണി മഹോത്സവത്തിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ 2 ദിവസത്തിൻ്റെ ഉള്ളിൽ അഷ്ടമിരോഹിണി ഗംഭീരമായി ആഘോഷിക്കാൻ ദേവസ്വം തയ്യാറായി എടുക്കുന്നു. ഗുരുവായൂർ നാട് മുഴുവൻ അഷ്ടമിരോഹിണി ആഘോഷങ്ങൾക്കായിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു. അടുത്തുള്ള ക്ഷേത്രങ്ങൾ, പിന്നെ അടുത്തുള്ള അനേകം ക്ഷേത്രങ്ങൾ, ആ ക്ഷേത്രങ്ങളിൽ മുഴുവൻ ബാലഗോകുലത്തിലെ ശോഭായാത്രയായിട്ട് ഓരോ ക്ഷേത്രങ്ങളിൽ നിന്നും ഉണ്ണികൃഷ്ണന്മാർ, അതേപോലെ ഗോപന്മാർ, പല വിധത്തിലുള്ള ദൃശ്യങ്ങളുമായിട്ട് ഒരു ദൃശ്യവിസ്മയം തീർത്തുകൊണ്ടാണ് സകല ക്ഷേത്രങ്ങളിലും ക്ഷേത്ര സംരക്ഷണ സമിതികൾ അവിടുത്തെ അതിൻ്റെ നേതൃത്വത്തിലുള്ള ശോഭായാത്രകൾ ഒന്നിച്ച് ശ്രീ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ സംഗമിക്കുന്നു എന്നതാണ്. പിന്നീട് മമ്മിയൂരിൽ നിന്നും പുറപ്പെട്ടുള്ള ഗംഭീരമായിട്ടുള്ള ഘോഷയാത്ര, അവതാരത്തിലെ ഘോഷയാത്ര, അവതാര ദിവസമുള്ള അഷ്ടമിരോഹിണി ഘോഷയാത്ര, അതിന് മുമ്പായിട്ട് അഷ്ടമിരോഹിണി വിളംബര ഘോഷയാത്ര, നെന്മിനി ഗുരുവായൂർ ദേവസ്വം ക്ഷേത്രത്തിൽ ബലരാമ ക്ഷേത്രത്തിൽ നിന്നും ബലരാമൻ്റെ, അതായത് ബലരാമൻ്റെ വേഷം കെട്ടിയിട്ടുള്ള കുട്ടികളുമായിട്ട് അനേകം ദൃശ്യങ്ങളുമായിട്ട് ഉള്ള ഒരു ഘോഷയാത്ര ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്ക്. ഗുരുവായൂരപ്പൻ്റെ അടുത്ത് ആ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിൽ വെച്ചിട്ട് ദീപസ്തംഭത്തിൻ്റെ അടുത്ത് വെച്ചിട്ട് നിറപറയും നിലവിളക്കും വെച്ചിട്ട് ബലരാമനെ ഭഗവാൻ സ്വീകരിക്കുന്നത്. പിന്നെ ബലരാമൻ്റെ വേഷം കെട്ടിയിട്ടുള്ള കൃഷ്ണ ഭഗവാന്റെ വേഷം കെട്ടിയിട്ടുള്ള 2 കുട്ടികളും പരസ്പരം ആലിംഗനം ചെയ്തിട്ട് ആനന്ദമയമായിട്ടുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുന്നത്, പല ദൃശ്യങ്ങളും നമ്മൾ കാണാനായിട്ട് പോകുന്നു. ഇതിനൊക്കെ അടിസ്ഥാനം വാസ്തവത്തിൽ എന്താണ്? ശ്രീമദ് ഭാഗവതം ഇല്ലെങ്കിൽ ഇതൊന്നും ഇല്ല എന്നാണ് പറയണത്. എല്ലാ ആത്മീയമായിട്ടുള്ള സംസ്കാരത്തിൻ്റെയും അടിസ്ഥാനം ശ്രീമദ് ഭാഗവതം എന്നുള്ള ഗ്രന്ഥമാണ്. പ്രത്യേകിച്ചും അതിലുള്ള ദശമസ്കന്ധത്തിലെ ഭഗവാന്റെ കഥകൾ. ദശമസ്കന്ധത്തിലെ 3 അധ്യായങ്ങളായിട്ടാണ് ഭഗവാന്റെ തിരു അവതാരത്തിനെ കുറിച്ചിട്ട് വർണ്ണിക്കുന്നത് എന്നാണ്. അതിഭയങ്കരമായിട്ടുള്ള വേലിയേറ്റം വരാറുണ്ട് ചില സമയത്ത്. അങ്ങനെ വേലിയേറ്റം വരുന്ന സമയത്ത് വാവ് ദിവസങ്ങളിലെ വേലിയേറ്റം സമുദ്രത്തിലുണ്ടാവുക. അങ്ങനെ വേലിയേറ്റം വരുന്ന സമയത്ത് സമുദ്രത്തിലെ തിരമാലകളൊക്കെ കരയിലേക്ക് അടിച്ചു കയറാറുണ്ട്. അങ്ങനെ സമുദ്രത്തിൻ്റെ കരയിലേക്ക് അടിച്ചു കയറിയിട്ടുള്ള തിരമാലകൾ തിരിച്ചു പോകുന്ന സമയത്ത് സമുദ്രതീരത്തുള്ള കക്ക, ചിപ്പി, കടലാസ് കഷ്ണങ്ങൾ ഇതൊക്കെ ഒഴുക്കിക്കൊണ്ടു പോവാറുണ്ട്. അങ്ങനെ സമുദ്രത്തിലേക്ക് എത്തിച്ചേരാറുണ്ട്. ഇതേപോലെ ശ്രീകൃഷ്ണ ഭഗവാന്റെ അവതാരമാകുന്ന ഒരു കരുണയുടെ തിരമാല നമ്മളുടെ ഭാരതഭൂമിയിലേക്ക് അടിച്ചു കയറിയ സമയത്ത് നമ്മളെപ്പോലുള്ള നിസ്സാരന്മാരായിട്ടുള്ള ആളുകൾക്ക് വരെ കൃഷ്ണാവബോധം, ശ്രീകൃഷ്ണ ഭഗവാൻ ആരാണ് എന്നുള്ളത്, ഭഗവാന്റെ ലീലകളോട് ആകർഷണം, ആനന്ദമയമായിട്ടുള്ള ലോകത്തിലേക്കുള്ള ഒരു കവാടം തുറക്കപ്പെടുന്നു ഭഗവാന്റെ ഈ ലീലകളിൽ കൂടെ എന്നതാണ്. ഒരു പശുവിനെ ഒരു കുറ്റിയടിച്ചിട്ട് ഒരു സ്ഥലത്ത് കെട്ടിക്കഴിഞ്ഞാൽ ആ പശു കുറ്റിക്ക് ചുറ്റും വട്ടം തിരിഞ്ഞുകൊണ്ടിരിക്കും എന്നാണ്. ഇതേപോലെ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാകുന്ന ആ കെട്ടുകുറ്റിയിൽ നമ്മളുടെ മനസ്സിനെ ബന്ധിപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ
ഏറ്റവുമായിട്ട് ആനന്ദം അനുഭവിക്കണോ? ഭഗവാന്റെ വാത്സല്യത്തിൻ്റെ, സഖ്യഭക്തിയുടെ, പ്രേമഭക്തിയുടെ ആ ചിത്രങ്ങൾ നമ്മളുടെ ഹൃദയത്തിൽ പൂർണ്ണമായിട്ടും നമ്മൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കണം. അതാണ് ദശമസ്കന്ധത്തിലെ കഥകളിൽ കൂടെ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ശ്രീ ഗുരുവായൂരപ്പൻ്റെ ആ ക്ഷേത്ര സന്നിധി ഇന്ന് അത് വളരെ ഗംഭീരമായിട്ട് അവിടെ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ഭഗവാന് അപ്പമാണ് ഭഗവാന്റെ വിശേഷപ്പെട്ട അന്നത്തെ വഴിപാട്. അതായത് ലക്ഷക്കണക്കിന് രൂപയുടെ അപ്പമാണ് അന്ന് ഭഗവാന് വഴിപാടായിട്ട് വരുന്നത്. പിന്നെ അനേകം ഭക്തന്മാർ, അതിഭയങ്കരമായിട്ടുള്ള തിരക്കാണ് എന്നാണ്. അപ്പോൾ എപ്പോഴാണ് നമുക്ക് തൊഴാൻ സാധിക്കുക എന്നുള്ളത് അറിയില്ല. അപ്പം ഇവിടെ പറയാറുണ്ട്, അഷ്ടമിരോഹിണിക്ക് വ്രതം എടുക്കുന്നുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ഇതൊരു വ്രതം തന്നെയാണ്. അതായത് ഏറ്റവും വലിയ തപസ് എന്താണ്? ഭഗവാനെ കാണാൻ പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുക, ഭഗവാന്റെ പ്രസാദത്തിന് വേണ്ടിയിട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുക, പ്രസാദ ഊട്ടിന് വേണ്ടിയിട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ പരിസരം മുഴുവൻ ഒരു വിശേഷപ്പെട്ട അമ്പാടിയായിട്ട്, ഒരു വൃന്ദാവനമായിട്ട് മാറുന്ന ദൃശ്യമാണ് ഭൂലോക വൈകുണ്ഠമായ ഗുരുവായൂരിൽ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എന്തിനാണ് ഭഗവാന്റെ ഈ ഒരു അവതാരം എന്ന് ചോദിച്ചാൽ, കലവു ജനിഷ്യമാണാനം ദുഃഖശോക തമോനതം അനുഗ്രഹായ ഭക്താനം സ്വപുണ്യം വ്യതനോത് യശ എന്നാണ്. കലിയുഗത്തിൽ ജനിക്കുന്ന ആളുകളുടെ മുഴുവൻ ദുഃഖശോക തമോനതം, ദുഃഖം അതേമാതിരി അജ്ഞാനം അതില്ലാതാക്കി തീർത്തിട്ട് അനുഗ്രഹായ ഭക്തനെ അനുഗ്രഹിക്കാനായിട്ടാണ് ഭഗവാന്റെ അവതാരം എന്നാണ്. അപ്പോൾ ഈ ഭഗവാന്റെ സൽക്കർണപീയൂഷ എന്നാണ് പറയണത്. ഈ ഭഗവാന്റെ ഈ സൽക്കഥകൾ ഒരു നിമിഷം നമ്മളുടെ ചെവികളിൽ കൂടെ ഹൃദയത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് നമ്മളുടെ എത്രയെത്രയോ ആ ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള കർമ്മവാസനകളെ മുഴുവൻ നശിപ്പിച്ച് നമ്മളുടെ ആ ഹൃദയത്തിനെ പരിശുദ്ധമാക്കി മാറ്റുന്നു എന്നാണ്. എങ്ങനെ ഭഗവാന്റെ രൂപം? യസ്യാമലം യസ്യാനനം മകരകുണ്ടല ചാരുകർണഭ്രാജൽ കപോലസുഭകം സവിലാസഹാസം. യസ്യാനനം, ഭഗവാന്റെ മുഖം എങ്ങനെയാണ്? സവിലാസഹാസ, മനോഹരമായിട്ടുള്ള ഭഗവാന്റെ പുഞ്ചിരി, മനോഹരമായിട്ടുള്ള ഭഗവാന്റെ കടാക്ഷങ്ങൾ, അങ്ങനെയുള്ള ആ ഭഗവാന്റെ ആ രൂപം ഉണ്ടല്ലോ. നിത്യോത്സവം ന തതൃബോധിഷിപ്പിബന്ധ്യോ, നിത്യ ഉത്സവമാണ് ഭഗവാന്റെ ആ രൂപത്തിനെ കാണുക എന്നുള്ളത്. അങ്ങനെ കാണുന്ന സമയത്ത് ഭഗവാന്റെ ദിവ്യമായ മനോഹരമായ രൂപത്തിനെ കാണുന്ന സമയത്ത് തതൃപോ, തൃപ്തി വരുന്നില്ല ഭഗവാന്റെ രൂപത്തിനെ കണ്ടിട്ട്. എന്തുകൊണ്ടാണ് തൃപ്തി വരാതിരിക്കുന്നത്? അത്രയും മനോഹരമാണ് ഭഗവാന്റെ രൂപം എന്നുള്ളത് കൊണ്ട്. ഭഗവാന്റെ കടാക്ഷം അത്രയും മനോഹരമാണ്, അത്രയും നമ്മളെ ആകർഷിക്കുന്നതാണ് എന്നുള്ളത് കൊണ്ട്, പുഞ്ചിരി ആകർഷിക്കുന്നു നമ്മളെ എന്നുള്ളത് കൊണ്ട് അത് സകല പുരുഷന്മാരും സ്ത്രീകളും ഭഗവാനെ ആര് കണ്ടോ അവരുടെ ആ മനസ്സ്, അവരുടെ ആ കണ്ണുകളെ അവർക്ക് കണ്ണടയ്ക്കാൻ തോന്നില്ല എന്നാണ്. നാര്യോ നരാശ്ച കുപിത നിമേശ്ച, അവർക്ക് ഈ കണ്ണുകളുടെ പോളകൾ തന്നിട്ടുള്ള ബ്രഹ്മാവനോട് ദേഷ്യം പിടിക്കുന്നവർക്ക്. കാരണം കണ്ണടയ്ക്കുന്ന സമയത്ത് കൃഷ്ണൻ്റെ രൂപത്തിനെ കാണാൻ സാധിക്കില്ലല്ലോ എന്നുള്ളത്. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? ഈ ഭഗവാനെ കാണുന്നവർക്കൊക്കെ പരമമായിട്ടുള്ള പ്രേമം ഭഗവാനുണ്ടാവണം, പരമമായിട്ടുള്ള പരിശുദ്ധമായിട്ടുള്ള പ്രേമഭാവം ഭഗവാനുണ്ടാവണം. എങ്ങനെ പ്രേമഭാവം ഉണ്ടാവണത്? ആ പ്രേമത്തോടു കൂടെ ഭഗവാനെ സേവിക്കുന്ന ഭക്തന്മാരുമായിട്ടുള്ള സംഘം കൊണ്ട് മാത്രമേ ആ പ്രേമം നമ്മൾക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുള്ളൂ എന്നാണ്. ഇതൊരു ഭക്തി, ഒരു ലഹരിയാണ് ഭക്തി എന്നുള്ളത്. ഒരു കോഴിക്ക് കറപ്പ് കൊടുക്കുന്നത് പോലെ എന്നുള്ളത് രാമകൃഷ്ണ പരമഹംസർ പറയാറുണ്ട്. കോഴി വന്ന് വല്ലാതെ ശല്യപ്പെടുത്തുന്നു. ആ സമയത്ത് ആ കോഴിക്ക് കറപ്പ്, ഓപ്പിയം എന്ന് പറയും, അതിന് ലഹരിയാണത്, അത് കൊടുക്കണം. അത് കൊടുത്തു കഴിഞ്ഞ സമയത്ത് കോഴി ഇന്ന് വന്നതിനേക്കാളും നേരത്തെ പിറ്റേ ദിവസം വരികയാണ്. ഓരോ ദിവസവും നേരത്തെ കോഴി വരികയാണ്.
എന്തുകൊണ്ടാണ്? അതിൻ്റെ ലഹരി അനുഭവിക്കുന്നത് കൊണ്ട്. അതേപോലെ ശ്രീകൃഷ്ണ ഭഗവാന്റെ രൂപത്തിനെ കണ്ട് ലഹരി അനുഭവിച്ചിട്ടുള്ളവർക്ക്, ശ്രീകൃഷ്ണ ഭഗവാന്റെ തിരുനാമം ജപിച്ച് ലഹരി അനുഭവിച്ചിട്ടുള്ളവർക്ക്, ഭഗവാനെക്കുറിച്ച് പറഞ്ഞ് അതിലൊരാനന്ദം അനുഭവിച്ചിട്ടുള്ളവർക്ക് ഒരു നിമിഷം പോലും വിട്ടു നിൽക്കാൻ സാധിക്കില്ല. വിഷയാൻ ജായതശ്ചിത്തം വിഷയേഷു വിഷജ്യത മാമനുസ്മരതശ്ചിത്തം മയ്യേവ പ്രവിലീയത എന്നാണ്. വിഷയങ്ങളെ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന, ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന മനസ്സ് ഭൗതിക വിഷയങ്ങളിലേക്ക് ലയിച്ചു ചേരുന്നു എന്നുണ്ടെങ്കിൽ, എന്നാൽ മാമേവ അനുസ്മരൻ, എന്നെ കൃഷ്ണനെ ചിന്തിക്കുന്ന മനസ്സ് കൃഷ്ണ പ്രവിലീയത, വിലീയത എന്നും പ്രവിലീയത എന്നതും രണ്ട് അർത്ഥങ്ങളാണ് കാണാൻ സാധിക്കുക അതിന്. അതായത് വിഷയങ്ങളോട് ലയിച്ചു ചേർന്നിട്ടുള്ള മനസ്സിനെ തിരിച്ചെടുക്കാൻ ഭഗവാന്റെ ചിന്തകൾക്ക്, ഭഗവാനെക്കുറിച്ചിട്ടുള്ള ആ ദിവ്യമായിട്ടുള്ള സ്മരണ കൊണ്ട്, തീവ്രമായിട്ടുള്ള ഉപാസന കൊണ്ട് വിഷയങ്ങളിൽ ലയിച്ചു ചേർന്നിട്ടുള്ള മനസ്സിനെ തിരിച്ചെടുക്കാൻ സാധിക്കും. എന്നാൽ മാമേവ പ്രബലീയതേ, കൃഷ്ണനെ അനുഭവിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള കഥകളും ലീലകളും തിരുനാമങ്ങളും ആ രൂപവും അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ മനസ്സിനെ തിരിച്ചെടുക്കാൻ ലോകത്തിൽ ഒരു ശക്തിക്കും സാധിക്കില്ല. കാരണം കർഷതീതി കൃഷ്ണ, കൃഷ്ണഗ്രഹം എന്നാണ് പറയുന്നത്. കൃഷ്ണഗ്രഹ ഗൃഹീതാത്മാ, കൃഷ്ണഗ്രഹം നമ്മളെ ബാധിച്ചു കഴിഞ്ഞാൽ ആ ഗ്രഹം നമ്മളെ വിട്ടു പോവില്ല എന്നാണ്. പക്ഷേ ആ ഭഗവാൻ നമ്മളെ ഒന്ന് ആകർഷിക്കണം, നമ്മൾക്ക് ഭഗവാനോട് പ്രത്യേകത തോന്നണമെങ്കിലോ നമ്മളെ സ്വയം ഭഗവാന്റെ പാദത്തിൽ പണയം വെക്കണം. ഭഗവാന്റെ പാദത്തിൽ നമ്മൾ സ്വയം സമർപ്പിക്കണം. അങ്ങനെ ആ സമർപ്പിക്കുന്ന സമയത്ത് മാത്രമേ നമ്മൾക്ക് ഭഗവാന് ഏതാമ പ്രബദ്ധൻ്റെ എത്താം തഥൈവ ഭജാമ്യഹം എന്ന് പറയും. എങ്ങനെയാണോ ഭക്തൻ ഭഗവാനോട് പ്രത്യേകത കാണിക്കുന്നത്, അതേപോലെ ഭക്തനോടും പ്രത്യേകത ഉണ്ടാവും. ഭഗവാൻ അത്രയും കാണാൻ ആഗ്രഹിച്ചുകൊണ്ട്, പ്രത്യേകിച്ചും ഈ ഭൗതികമായിട്ടുള്ള ഗൃഹസ്ഥാശ്രമികളായിട്ടുള്ളവർക്ക് വളരെ ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം ഒഴുക്കിനെതിരായിട്ടുള്ളൊരു പ്രയാണമാണ് നമ്മൾക്ക് ഭഗവാന്റെ സേവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒഴുക്കിനനുസരിച്ചിട്ടുള്ളതല്ല. പ്രതിസന്ധികളും പ്രതികൂലാവസ്ഥകളും മാത്രമാണ് മിക്കവാറും ഗൃഹസ്ഥന്മാർക്ക് ഉണ്ടാവുക എന്നാണ്. അതിൻ്റെ ഇടയിൽ, എല്ലാത്തിൻ്റെയും ഇടയിൽ പെട്ടിട്ട് ഒരേ ഒരാഗ്രഹം, അതായത് വെള്ളത്തിൽ മുങ്ങിയിട്ട് പൊങ്ങാൻ ശ്വാസം കിട്ടാതെ പൊങ്ങുന്ന സമയത്ത് എത്ര കണ്ട് ആശ്വാസമുണ്ടോ, അതേപോലെ ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് ഗുരുവായൂരപ്പ എന്നുള്ള ശ്രീകൃഷ്ണ ഭഗവാനോടുള്ള ആ എന്തൊന്നില്ലാത്ത ആ ഒരു തീവ്രമായിട്ടുള്ള ഭാവത്തോടു കൂടെ കാണാൻ ആരാഗ്രഹിക്കുന്നുവോ അതേപോലെ ഏതാം പ്രബദ്ധൻ്റെ എത്താം സദൈവ ഭജാമ്യഹം, അതേപോലെ ഭഗവാൻ ആഗ്രഹണവും. എനിക്ക് ഇന്ന് എൻ്റെ ഭക്തനെ കണ്ടിട്ട് മാത്രമേ ഉച്ചപൂജ നിവേദ്യമുള്ളൂ എന്ന് ഭഗവാൻ വിചാരിക്കും. അപ്പോഴൊക്കെ ഏതെങ്കിലും ഒരു ആൾ വന്ന ഒരു അശുദ്ധി അവിടെ അമ്പലത്തിൽ വരും. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അശുദ്ധി വന്നു ചേരും. എന്തിനാ അശുദ്ധി വെച്ചാൽ ഭഗവാൻ ഭക്തനെ കാണാനായിട്ട് കാത്തിരിക്കുക. ഭഗവാൻ ശ്രീകോവിലിൽ തന്നെ മിണ്ടാതെ നിൽക്കുകയാം ശ്രീകോലും കോലമായെങ്കിലും നീ. അങ്ങനെ ഭഗവാനെ സേവിക്കാൻ ഒരു വ്യക്തി തയ്യാറായി കഴിഞ്ഞാൽ എത്ര വയ്യെങ്കിലും ആ ഒരു വ്യക്തിക്ക്, അങ്ങനെ ശീലിച്ചിട്ടുള്ള വ്യക്തിക്ക് എത്ര കണ്ട് തീരെ വയ്യാത്ത അവസ്ഥയാണെങ്കിൽ പോലും ഭഗവാൻ എങ്ങനെയെങ്കിലും പിടിച്ചു വരുത്തും. ഭഗവാന്റെ മുമ്പിൽ എങ്ങനെങ്കിലും ഭഗവാന്റെ മുമ്പിൽ ഭഗവാൻ എത്തിക്കും ആ ഭക്തനെ എന്നാണ്. അപ്പോൾ എത്ര ഭയങ്കരമായുള്ള തിരക്കുണ്ടെങ്കിൽ ആ തിരക്കിലൊന്നും പെടാതെ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ എത്തിക്കാൻ ഭഗവാന് കരുണുണ്ട്. അങ്ങനെ അതീവ കരുണാമയനായുള്ള ആ ദ്വാരകയിലും അതേപോലെ വൃന്ദാവനത്തിലും ഗോകുലത്തിലും മധുരയിലും പ്രകാശിച്ച ഭഗവാൻ ഇന്ന് തത്താവൽ ഭാതി സാക്ഷാൽ ഗുരുഭവനപുരേ, ഗുരുവായൂരപ്പൻ ശ്രീലകത്ത് എഴുന്നള്ളി നിൽക്കുന്നു. വരുന്നവർക്കെല്ലാവർക്കും കാണാൻ അനുഗ്രഹം പകർന്നുകൊണ്ട്. അപ്പോൾ ഭഗവാന്റെ ഈ തിരു അവതാരം അത് ഉത്സവത്തിൻ്റെ പരിവേഷം പകരുന്നു ഗുരുവായൂരപ്പൻ്റെ ഈ സന്നിധിയിൽ എന്നാണ്. ഗുരുവായൂരപ്പൻ്റെ എഴുന്നള്ളിപ്പുകൾ എവിടെ നിന്ന് വേണമെങ്കിൽ ഭഗവാനെ കാണാൻ സാധിക്കും. അതായത് ഈ ഗുരുവായൂർ പ്രദേശം മുഴുവൻ ഉണ്ണിക്കണ്ണന്മാരെ കൊണ്ട് നിറയും. പല വിധത്തിലുള്ള ആ കാഴ്ചകൾ, അതായത് എല്ലാം ഒരു വൈകുണ്ഠമായിട്ട് മാറുന്ന, ഭൂലോക വൈകുണ്ഠമായിട്ട് ഗുരുവായൂർ മാറുന്ന ദൃശ്യമാണ് നമ്മൾ കാണുന്നത്.
കാണാനായിട്ട് പോണത്. അത്യത്ഭുതകരമായിട്ടുള്ള ആ ഒരു സംഗമത്തിന് സാക്ഷ്യം വഹിക്കാൻ നമ്മൾക്കെല്ലാവർക്കും സാധിക്കണം. ആനന്ദം അനുഭവിക്കാനായിട്ട് ശ്രീകോവിലിൻ്റെ മുന്നിൽ പോയി നിൽക്കാൻ നമ്മൾക്ക് സാധിച്ചിട്ടില്ലെങ്കിലും നമ്മൾ നാലമ്പലത്തിൽ ചുറ്റമ്പലത്തിലേക്ക് കയറാൻ സാധിച്ചില്ലെങ്കിലും എന്തിന് ഗുരുവായൂരപ്പൻ്റെ ആ മുന്നിൽ, അതായത് ആ കിഴക്കേ ദീപസ്തംഭത്തിൻ്റെ അടുത്ത് വരെ വരാൻ സാധിച്ചില്ലെങ്കിലും ഭഗവാനാണെങ്കിൽ എങ്ങനെയാണ്? സർവജ്ഞനാണ് ഭഗവാൻ, കരുണാമയനാണ് ഭഗവാൻ. പിന്നെ ഭഗവാൻ എങ്ങനെയുള്ള ആളാണ്? സർവശക്തനാണ് ഭഗവാൻ. അതുകൊണ്ട് സർവദൃക് എന്നാണ് പറയണത്. എവിടെ നിന്ന് വിളിച്ചാലും ഭഗവാൻ നമ്മളെ കാണും. എന്തിന്? മഞ്ചോളാലിൻ്റെ പരിസരത്ത് നിന്ന് എൻ്റെ ഗുരുവായൂരപ്പ എന്ന് വിളിച്ചാൽ ഭഗവാൻ കാണും എന്നാണ്. വീടോളം വിലസും കടാക്ഷം, കാതോളം വിലസും കടാക്ഷം അല്ല, വീടോളം വിലസും കടാക്ഷം എന്നാണ്. അത്രയും വയ്യേ നമ്മൾ സ്വന്തം ഗൃഹത്തിലിരുന്നു കൊണ്ട് ഗുരുവായൂരപ്പനെ പൂജിക്കാൻ സാധിക്കും നമ്മൾക്ക്. എൻ്റെ ഗുരുവായൂരപ്പ, എനിക്ക് ഇന്ന് ഗുരുവായൂരപ്പനെ കാണാൻ പിറന്നാളാണ്, അവിടുത്തെ തിരുനാളാണ്, എന്ന് അഷ്ടമിരോഹിണിയാണ്. എൻ്റെ ഗുരുവായൂരപ്പ, എനിക്കവിടെ വരാൻ സാധിച്ചില്ല, അവിടുന്ന് എൻ്റെ ഈ പൂജ സ്വീകരിക്കണേ എന്ന് വിചാരിച്ച് നമ്മൾ ഗുരുവായൂരപ്പൻ്റെ ഒരു ചിത്രത്തിൻ്റെ മുമ്പിൽ നമ്മൾ ഒരു വിളക്ക് കൊളുത്തി വെച്ചിട്ട് ഒരു പൂ നമ്മളവിടെ ആരാധിക്കുന്നു എന്നുണ്ടെങ്കിൽ, പിന്നെ എന്തെങ്കിലും ഭഗവാന് നമ്മൾ നിവേദ്യം, നമ്മൾ ആഹാരം കഴിക്കേണ്ട ഒരു നിവേദ്യം ഭഗവാന് നമ്മൾ സമർപ്പിക്കുന്നു എന്നുണ്ടെങ്കിൽ, നമ്മളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശ്രീ ഗുരുവായൂരപ്പൻ ശ്രീകോവിൽ വിട്ട് ആ ഭക്തൻ്റെ ഹൃദയത്തിൽ, ഭക്തൻ എവിടെയാണ് പൂജിക്കുന്നത് അവിടെ ഭഗവാൻ സാന്നിധ്യം ചെയ്യും എന്നാണ്. ഭഗവാന്റെ തിരു അവതാരം നമ്മൾക്കെല്ലാവർക്കും അറിയണതാണ്. ഭഗവാൻ ദേവകീദേവിയുടെയും വസുദേവരുടെയും 12,000 വർഷത്തെ തപസ്സിൻ്റെ ഫലമായിട്ടാണ് സുതപസ്സിനും പ്രശ്നിക്കും ഭഗവാൻ പ്രശ്നിഗർഭനായിട്ട് അനുഗ്രഹം കൊടുത്തത്. അത് കൃതയുഗത്തിലാണ് ഭഗവാൻ ആ അനുഗ്രഹം ചെയ്തത് എന്നാണ്. ത്രേതായുഗത്തിൽ ഭഗവാൻ രാമചന്ദ്രസ്വാമിയായിട്ട് ഭഗവാൻ അവതരിച്ചു. പിന്നെ ഭഗവാൻ വാമനമൂർത്തിയായിട്ട് ഭഗവാൻ അവതരിച്ചു. ആ രാമചന്ദ്രസ്വാമിയായിട്ട് ഭഗവാൻ കൗസല്യയെയും ദശരഥനെയും കശ്യപൻ്റെയും അതിഥിയുടെയും ഒരു അവതാരമായിട്ട്, ഒരു ജന്മമായിട്ട് രാമായണത്തിൽ ആചാര്യന്മാർ അതിനെക്കുറിച്ച് പറയാറുണ്ട്. പിന്നെ അതിഥിയും കശ്യപനുമായിട്ട് അവർ വന്ന സമയത്ത് ഭഗവാൻ വാമനമൂർത്തിയായിട്ട് അനുഗ്രഹിച്ചു. ഇന്ന് ഭഗവാൻ ഇതാ കൃഷ്ണനായിട്ട്, വസുദേവരും ദേവകമായിട്ട് വന്ന സമയത്ത് ഭഗവാൻ കൃഷ്ണനായിട്ട് അവതരിച്ചു. 12,000 വർഷത്തെ തപസ്, 2 ജന്മങ്ങൾ, അതിനുശേഷം അതിതീവ്രമായിട്ടുള്ള ദുഃഖങ്ങൾ, ആ ദുഃഖങ്ങളുടെ ഇടയ്ക്ക് സ്വന്തം കുട്ടികളെ കല്ലിലടിച്ച് കൊല്ലുന്ന ആ ഒരു ദൃശ്യം, ക്രൂരമായ, വളരെ ദയനീയമായിട്ടുള്ള ആ ഒരവസ്ഥ, ക്രൂരമായിട്ടുള്ള കംസൻ്റെ ആ ഒരു അവസ്ഥ, ഇതെല്ലാം വസുദേവരും ദേവകിയും കണ്ടു അനുഭവിച്ചു. അവസാനം ഈ അനന്തം പ്രത്യക്ഷതയെ ഒരു ആനന്ദം കൊടുക്കാനായിട്ടാണ് സാക്ഷാൽ ആദിസംകർഷണമൂർത്തി ബലരാമസ്വാമി ദേവകീദേവിയുടെ ഗർഭത്തിൽ വന്നത്. 4 മാസത്തിന് ശേഷം ആ ഗർഭം നേരെ രോഹിണി ദേവിയിലേക്ക് മാറ്റപ്പെട്ടു എന്നാണ്. അതിന് ശേഷമാണ് ഭഗവാൻ ദേവകീദേവിയിലേക്ക് പ്രവേശിച്ചത്. അതോടുകൂടി തതോ വസുദേവരിൽ നിന്നും, വിശുദ്ധ സത്വമായിട്ടുള്ള വസുദേവരിൽ നിന്നും ദേവകീദേവിയിലേക്ക് ഈ ഒരു ഭഗവാന്റെ ചൈതന്യം പ്രവേശിച്ചു. തതോ ജഗന്മംഗളമച്യുതാംശം സമാഹിതം ശൂരസുതേന ദേവീ ദധാര സർവാത്മകമാത്മഭൂതം കാഷ്ഠായഥാനന്ദകരം മനസ്ത. സർവ ചരാചരങ്ങളെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന, സകല ബ്രഹ്മാണ്ഡകോടികൾ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഭഗവാൻ ദേവകീദേവിക്ക് വന്നോടുകൂടിയിട്ട് അച്യുതാംശം സമാഹിതം ശൂരസുതേന ദേവി, ഭഗവാന്റെ ആ അംശം അച്യുതാംശം, എല്ലാ അവതാരങ്ങളുടെയും എല്ലാ യഹൂദികളുടെയും എല്ലാ പൂർണ്ണ പ്രഭാവത്തോടു കൂടി ഭഗവാൻ പ്രവേശിച്ചപ്പോഴേക്ക് എന്തെന്നില്ലാത്ത പ്രകാശം ദേവിയിൽ വന്നു. കംസൻ കൊല്ലണമെന്ന് ആലോചിച്ചു. പിന്നീട് കൊല്ലണ്ടെന്നും കംസൻ വിചാരിച്ചു. കാരണം സ്ത്രീയാ സ്വസുർ ഗുരുമത്യാവധോയം യശശ്രയം ഹന്തി അനുകാലമായോ, സ്ത്രീയാണ്, പിന്നെ ഗർഭിണിയാണ്, സഹോദരിയാണ്, ഇപ്പോൾ കൊല്ലണ്ടെന്ന് നിശ്ചയിച്ചു.
കംസന് പിന്നീട് ജീവിതം ഉണ്ടായിട്ടുണ്ട് ഭയത്തോട് കൂടിയിട്ട് എന്നാണ്. ഏത് വികാരങ്ങളും ശ്രീകൃഷ്ണ ഭഗവാൻക്ക് സമർപ്പിക്കുന്ന സമയത്ത് അത് പരിശുദ്ധമായി തീരുന്നു. ഭഗവാൻ അതിനെ സ്വീകരിക്കുന്നതിന് ഉദാഹരണമാണ് ഭയത്തോടുകൂടെ കംസൻ യോഗീശ്വരന്മാരുടെ പദവിയിലേക്ക് ഉയർന്നു എന്നുള്ള ആ ഒരു ചിത്രം എന്നാണ്. 8 മാസം ആയി ഗർഭമായി ദേവകി ദേവിക്ക് അഷ്ടമി രോഹിണി ദിവസം വന്നു. ആ സമയത്ത് ഈ ലോകത്തിൽ ഇല്ലാത്ത മംഗളകരമായിട്ടുള്ള അവസ്ഥകൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അഥ സർവ ഗുണോപേത കാല പരമശോഭന, കാലം പരമശോഭനമായിട്ട് മാറി. യർഹേ വാദജന്മക്ഷം ശാന്തരക്ഷഗ്രഹതാരകം, തെളിഞ്ഞ ആകാശത്തിൽ വളരെ ശുഭമായ അവസ്ഥയിൽ എല്ലാ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും തിഥികളും എല്ലാം ശോഭിച്ചുകൊണ്ടിരുന്നു എന്നാണ്. അതിൻ്റെ വവോ വായു സുഖസ്പർശ പുണ്യഗന്ധവഹ ശുചി വായു അതോ എപ്പോഴും വളരെ മന്ദമാരുതൻ എങ്ങും വീശിക്കൊണ്ടിരുന്നു. എന്തിനാ മന്ദമാരുതൻ വീശുന്നതാണ്? ഒരു സന്ദേശം അറിയിക്കാണ്ട് വായുവിന് എത്തിച്ചേരാൻ സാധിക്കാത്ത ഒരു സ്ഥലവും ഈ പ്രപഞ്ചത്തിലില്ല എന്നാണ്. ഓരോ ഹൃദയ ഗുഹകളിലും ശയിച്ചു കൊണ്ടിരിക്കുന്ന ഭഗവാൻ ഇതാ ആ വസുദേവരുടെയും ദേവികയുടെയും കാരാഗൃഹത്തിൽ ഇവിടെ ഭഗവാൻ അവതരിക്കാനായിട്ട് പോകുന്നു എന്നുള്ള പുണ്യഗന്ധവുമായിട്ട് മന്ദമാരുതൻ പുണ്യഗന്ധവും സുഗന്ധവും വഹിച്ചുകൊണ്ട് ഈ ലോകത്ത് ഏതെല്ലാം പുഷ്പങ്ങൾ എവിടെയൊക്കെ വരികണോ അതിൻ്റെ സുഗന്ധം മുഴുവൻ ആവാഹിച്ചുകൊണ്ട് പുണ്യഗന്ധവും ആവാഹിച്ചുകൊണ്ട് വായു എങ്ങും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ്. പിന്നെ ഭഗവാന്റെ ശരീരത്തിൽ നിന്ന് പുറപ്പെട്ടുള്ള ദിവ്യമായിട്ടുള്ള ആ ഒരു പ്രകാശം ആകാശത്തിലേക്ക് വ്യാപിച്ചതുപോലെ ആകാശത്തിൽ കാർമേഘങ്ങൾ നിറഞ്ഞു നിന്നു. തത്സമയം കാർമേഘങ്ങൾ നിറഞ്ഞു നിന്നു. ദേവന്മാർ പല വിശേഷപ്പെട്ട ഉദ്യാനങ്ങളിലെ സുഗന്ധമായ പുഷ്പങ്ങളെ കൊണ്ട് പുഷ്പവൃഷ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് കുറേശ്ശെ ഇടിവെട്ടുന്ന ശബ്ദം, മഴമേഘങ്ങൾ കൂട്ടിമുട്ടുന്ന ശബ്ദം, മേഘങ്ങൾ കൂട്ടിമുട്ടിയിട്ട് കുറേശ്ശെ മഴത്തുള്ളികൾ. ഇവിടെ പുഷ്പവൃഷ്ടിയും മഴത്തുള്ളിയും ഒരേപോലെ പതിക്കുന്നത് കാണാൻ സാധിക്കുന്നു. മധുരയിലെ അമ്പാടിയിലെ മധുരയിലെ കാരാഗൃഹത്തിൻ്റെ ആ മുകളിൽ മുഴുവൻ ദേവോദ്യാനങ്ങളിലെ സുഗന്ധമായ പുഷ്പങ്ങളെ കൊണ്ട് മൂടുന്ന ദിവ്യമായ ദൃശ്യം ഇവിടെ കാണാൻ ശ്രീമദ് ഭാഗവതത്തിൽ ഇതെല്ലാം കാണാൻ സാധിക്കുന്നു. പിന്നെ ദുഷ്ടന്മാരായിട്ടുള്ളവർ, കംസൻ്റെ അതേ സ്വഭാവമുള്ളവർ മുഴുവൻ, കംസൻ സുഖമായിട്ട് കൂർക്കം വലിച്ചിട്ടുറങ്ങി, കംസൻ്റെ ഭൃത്യന്മാരെല്ലാവരും സുഖമായിട്ട് ഉറങ്ങി എന്നാണ്. ഉറങ്ങാൻ പറ്റാത്ത ചിലരുണ്ടായിരുന്നു. ആരാണ്? മുമചോറുമുനയോ ദേവാഹ സുമനാംസി മുദാന്വിതാഹ. മഹർഷിമാർക്ക് ഉറങ്ങാൻ സാധിക്കില്ല. കാരണം അവർ നിരന്തരം ഭഗവാനെ ധ്യാനിച്ചു കൊണ്ടിരിക്കുകയാണ്. ധ്യാനിച്ചുകൊണ്ട് അവരുടെ ധ്യാനത്തിൻ്റെ ഹൃദയത്തിൽ ഭഗവാൻ ദിവ്യമായ രൂപം തെളിഞ്ഞു വന്നു. ഇപ്പോഴല്ലേ ഒരു പുഷ്പാർച്ചന ചെയ്യേണ്ടത്? മനസ്സാകുന്ന പുഷ്പങ്ങളെ കൊണ്ട് അവർ ഭഗവാന്റെ പാദത്തിൽ പുഷ്പാർച്ചന ചെയ്തുകൊണ്ടിരിക്കുന്നു. വിശേഷപ്പെട്ട പുഷ്പാഞ്ജലി ചെയ്തുകൊണ്ടിരിക്കുന്നു. അഗ്നയശ്ച ദ്വിജാദീനാം ശാന്താസ്തത്ര സമിന്ധത. പിന്നെ ബ്രാഹ്മണരൊക്കെ അഗ്നിഹോത്രങ്ങളൊക്കെ മുടങ്ങിയിട്ട് ഒരുപാട് കാലമായി. അവർ അത്ഭുതത്തോടു കൂടെ കാണുന്നു അവരുടെ അഗ്നിഹോത്രങ്ങളിലെ അഗ്നി തന്നെ ജ്വലിക്കുന്നതായിട്ട്. ആ സമയത്ത് അവർ ആഹൂതി ചെയ്യുന്നു. ഭഗവാന്റെ പേരിൽ ശ്രീകൃഷ്ണാവയം നുവ എന്നുള്ള ആ മന്ത്രങ്ങളെ കൊണ്ട് അവർ, കൃഷ്ണ മഹായോഗിൻ എന്നുള്ള വിശേഷപ്പെട്ട മന്ത്രങ്ങളെ കൊണ്ട് അവർ ഭഗവാൻ ആ അഗ്നിഹോത്രത്തിൽ ആഹൂതികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. സമുദ്രത്തിലെ ജലം പതുക്കെ ചെറിയ തിരമാലകളായിട്ട് ഉയരാൻ തുടങ്ങി. ചെറിയ ശബ്ദങ്ങൾ കേൾക്കാൻ സാധിക്കുന്നു. പല വിധത്തിലുള്ള കിളികളുടെയും ശബ്ദങ്ങൾ, കളകൂജനങ്ങൾ എങ്ങും. അത് ഏത് സമയത്താണ്? നിശീതേതമോത്ഭൂതേ, അർദ്ധരാത്രി സമയത്ത് അഷ്ടമിരോഹിണി ദിവസം ലോകം മുഴുവൻ കൂരിരുട്ടിൽ മുങ്ങിക്കൊളിച്ച് നിൽക്കുന്ന അതേ സമയത്ത് കേൾക്കാൻ സാധിക്കുന്നു. അതായത് സകല കിളികളുടെയും ഒന്നിച്ചുള്ള കളകൂജനങ്ങൾ ഒന്നിച്ച് കേൾക്കാൻ സാധിക്കുന്നു. താമരയും ആമ്പലും ഒന്നിച്ച് വിരിയാറില്ല. എന്നാൽ അനേകം ജലാശയങ്ങൾ, തെളിഞ്ഞ ജലാശയങ്ങളിൽ ആമ്പൽ വിരിയ രാത്രി സമയത്താണ്. അതേമാതിരി താമര വിരിയൽ എപ്പോഴാണ്? പകൽ സമയത്താണ്. എന്നാൽ സൂര്യനും ചന്ദ്രനും ഒന്നിച്ച് പ്രകാശിച്ചതുപോലെ ആണ് താമരയും ആമ്പലും ഒന്നിച്ച് വിരിഞ്ഞ് നിൽക്കുന്ന ആ താമര പൊയ്കകളെ, ആമ്പൽ പൊയ്കകളെ കാണാൻ സാധിക്കുന്നു. അങ്ങനെ
അനേകം ഈ ഭൂമിയിലാണെങ്കിൽ പുരഗ്രാമം വ്രജാകര എന്നാണ് പറയുന്നത്. അതായത് സകല ആ ഗ്രാമങ്ങളിൽ പിന്നെ പട്ടണങ്ങളിൽ വ്രജങ്ങളിൽ അനേകം സൽസന്താനങ്ങൾ അനേകം ഗോപികമാർ പ്രസവിച്ചു, സൽസന്താനങ്ങളുണ്ടായി, അനേകം പശുക്കൾ പ്രസവിച്ചു. അപ്പോൾ ഒരു സന്താനം ഉണ്ടാവുക എന്നുള്ളത് ശുഭസൂചനയായിട്ട് പറയുന്നു എന്നാണ്. ഇങ്ങനെ ഈ ആകാശത്ത് അഷ്ടമി ദിവസമാണ്, എന്നാലും 16 കലകളോടുള്ള കൂടിയിട്ടുള്ള ചന്ദ്രൻ അവിടെ ഉദിച്ചു നിൽക്കുന്നു. കാരണം ചന്ദ്രവംശത്തിലെ പ്രധാന അവതാരമാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ ചന്ദ്രൻ തൻ്റെ സന്തോഷം അറിയിക്കുന്ന വിധത്തിലാണ് 16 കലകളോടും കൂടെ ആകാശദേശത്ത് കിഴക്കേ ചക്രവാളത്തിൽ ചന്ദ്രൻ ഉദിച്ചു പൊങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. അങ്ങനെയുള്ള ആ സന്ദർഭത്തിൽ ദേവയ്ക്ക് വസുദേവരുടെയും ദേവകിയുടെയും മുമ്പിലായിട്ട് ഭഗവാൻ സകല ഹൃദയ ഗുഹകളിലും ചൈതന്യമായിരിക്കുന്ന ഭഗവാൻ പൂർണ്ണ രൂപം കൈക്കൊണ്ട് വസുദേവരുടെ ദേവകിയുടെ മുമ്പിലായിട്ട് എഴുന്നള്ളി നിൽക്കുന്ന ദിവ്യമായ ദൃശ്യം കാണുന്നു. ഈ ഒരു ദിവ്യമായ സാന്ദ്ര ആനന്ദ തനു ഹരേ അനുപുര. സാന്ദ്ര ആനന്ദ തനു എന്നാണ് ഭഗവാനെ കുറിച്ച് പറയുന്നത്. ആനന്ദമയമായിട്ട് സച്ചിദാനന്ദ വിഗ്രഹമായിട്ടുള്ള ഭഗവാന്റെ രൂപത്തിനെ കാണാൻ സാധിക്കുന്നു. എങ്ങനെ? തമത്ഭുതം ബാലകം അംബുജേക്ഷണം ചതുർഭുജം ശംഖഗദായുധായുധം ശൈവത്സലക്ഷ്മം ഗളശോഭികൗസ്തുഭം പീതാംബരം സാന്ദ്രപയോദസൗഭഗം മഹാർഹ വൈഡൂര്യ കിരീട കുണ്ടലദ്വിഷ പരിഷ്വക്ത സഹസ്രകുന്തളം ഉദ്ദാമകാഞ്ചി അംഗത കങ്കണാദിഭി വിരോചമാനം വസുദേവ ഐക്ഷത. ദിവ്യമായിട്ടുള്ള രൂപത്തിനെ കാണാൻ സാധിക്കുന്നു. എങ്ങനെ? പൊന്മയ കിരീടവും അംബുജ നയനവും നന്മയേറിയിടും മകരാകൃതി കുണ്ടലവും മന്ദഹാസവും ചന്ദ്രതുല്യമാം വദനവും സുന്ദരഗളതലേ കൗസ്തുഭരത്നാഭയം ശ്രീവത്സാംഗവും വനമാലയും പൊന്മാലയും ദേവദുർലഭങ്ങളാം ഹാരങ്ങൾ പതക്കങ്ങൾ എന്നിവ കൊണ്ടു ശോഭിച്ചിടുന്ന വക്ഷസ്ഥലം തന്നിലുള്ളോരോ തുളസീദള സൗരഭ്യവും കങ്കണാദീപ്തങ്ങളായുള്ളൊരു കരം നാലിൽ ശംഖചക്രാബ്ജാഗധാധരിച്ച ശോഭയോടും അഞ്ചിത പീതാംബര ശോഭിത കടിതടേ കാഞ്ചന കാഞ്ചീഗണമഞ്ചിത ശോഭയോടും പങ്കജ ശോഭ തന്നെ നിന്ദിക്കും പാദദ്വയെ തങ്കത്തെക്കാളും നിറമേറുന്ന മഞ്ജീരവും കായാമ്പൂ നിറം നാണിച്ചീടിന നിറത്തോടും മായാബാലകൻ തന്നെ കണ്ടൊരു വസുദേവൻ. ഇവിടെ മായാബാലകൻ എന്ന് പറഞ്ഞ ആരാണ്? ആത്മമായ കൊണ്ട് രൂപം സ്വീകരിച്ച ഭഗവാൻ എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് എന്നാണ്. അപ്പോൾ ഭഗവാന്റെ അതായത് ശ്രീകൃഷ്ണ ഭഗവാന്റെ വൈഷ്ണവ രൂപമാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത്. അതേ വൈഷ്ണവ രൂപമാണ് ഇന്ന് ശ്രീലകത്ത് എഴുന്നള്ളി നിൽക്കുന്നത്. അതുകൊണ്ടാണ് ശ്രീ ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രം എന്ന പേര് വരാൻ കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ആ വസുദേവരും ദേവകിയും പൂജിച്ച അതേ വിഗ്രഹം അതേ ഭഗവാൻ വൈഷ്ണവ രൂപം പൂണ്ട് ശ്രീലകത്ത് എഴുന്നള്ളി നിൽക്കുന്നു. ആ ഭഗവാൻ മധുരയിലെ കാരാഗൃഹമാകുന്ന ശ്രീകോവിലും ഭഗവാൻ എഴുന്നള്ളി നിൽക്കുന്നു. നമ്മളുടെ ഓരോ ഹൃദയമാകുന്ന കാരാഗൃഹത്തിനും പ്രകാശം പൊഴിച്ചുകൊണ്ട് ദിവ്യമായിട്ടുള്ള ഉണ്ണിയായിട്ടുള്ള ബാലകനായിട്ടുള്ള രൂപം എന്നും പ്രകാശിച്ചു കൊണ്ടിരിക്കണം. വസുദേവരും ദേവകിയും വളരെ ഭക്തിയോടുകൂടെ സ്തുതിക്കുന്നു. ഭഗവാൻ അവർക്ക് സാന്ത്വനം അരുളി. ഭഗവാൻ പറയുന്നു, 3 ജന്മമായി 2 ജന്മം ഞാൻ അവതരിച്ചിട്ടുണ്ട് പുത്രന്മാരായിട്ട് നിങ്ങളുടെ. അതുകൊണ്ട് 3ാമത്തെ ജന്മത്തിൽ അവതരിച്ചു ഞാൻ. ഇന്നു നിൻ തനയനായി കൃഷ്ണനൻ ആഖ്യയോടും വന്ന് അവതാരം ചെയ്തേൻ എന്നതോ ധരിച്ചാൽ ഇന്ന് ഞാൻ കൃഷ്ണനായിട്ട് അവതരിച്ചു. നിങ്ങൾ ഈശ്വരനായിട്ട് എന്നെ സേവിക്കാം. ഈശ്വരഭാവത്തോടും നന്ദനഭാവത്തോടും ശാശ്വതമെന്നെ നിങ്ങൾ ചിന്തിക്കും. ഈ ജന്മത്തിൽ ഈശ്വരനായിട്ട് സേവിക്കാം നിങ്ങൾക്ക്, പിന്നെ നിങ്ങൾക്ക് സ്വന്തം ഉണ്ണിയായിട്ട് സേവിക്കാം. നിങ്ങൾക്ക് ഈ ജന്മം കൊണ്ട് നിങ്ങൾക്ക് എൻ്റെ ലോകത്തിൽ എത്തിച്ചേരാൻ സാധിക്കും. ഒരിക്കലും നിങ്ങൾ എന്തിനീ ദുഃഖിക്കുന്നു? ബന്ധുവായുണ്ടല്ലോ ഞാൻ ബന്ധുവായിട്ട് നിങ്ങൾക്കുണ്ട്. ദുഃഖിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ സ്തുതിയിൽ നിന്നും ഒരു കാര്യം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതായത്
നിങ്ങൾ കംസനിൽ നിന്നും ഭയപ്പെടുന്നു എന്നുള്ളത്. അങ്ങനെ പേടി തോന്നുന്നു എന്നുണ്ടെങ്കിൽ സുന്ദരി യശോദയാം നന്ദൻ്റെ പത്നിക്കൊരു നന്ദിനിയുണ്ടായി വന്നു. ഞാൻ പിറന്നതു നേരം എന്നെയും തത്ര കൊണ്ടു ചെന്നു നീ ശയിപ്പിച്ചു. കന്യക തന്നെ കൊണ്ടുപോരുക മടിയാതെ. ഉണ്ടതിലൊരു കാര്യം മാർഗത്തിലൊരു വിഘ്നമുണ്ടാകയില്ലാത്തവ നല്ലതോ വരും മേലിൽ. ഞാൻ അവതരിച്ച അതേ സമയത്ത് അമ്പാടിയിൽ യശോദാദേവി ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചിട്ടുണ്ട്. എന്നെ അവിടെ കൊണ്ടുപോയിട്ട് കിടത്തിക്കോളൂ. അമ്പാടിയിൽ നിന്നും ആ പെൺകുഞ്ഞിനെ കൊണ്ടുവന്നോളൂ. തടസ്സങ്ങൾ ഉണ്ടാവില്ല വഴിയിൽ എന്ന് പറയലും ഭഗവാൻ ബഭൂവ പ്രാകൃത ശിശു. ഇപ്പോൾ പ്രസവിച്ച ഉണ്ണിയായിട്ട് ഭഗവാൻ മാറി എന്നാണ്. പ്രാകൃത ശിശു എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ കുഞ്ഞെന്നല്ല ഉദ്ദേശിക്കുന്നത്, സ്വന്തം പ്രകൃതത്തിലേക്ക്. ഭഗവാന്റെ സ്വന്തം പ്രകൃതം എന്താണ്? 2 കൈയുള്ള രൂപം. അതാണ് ഭട്ടതിരിപ്പാട് ശ്രീലകത്ത് കണ്ടത്. ബാഹുദ്വന്ദ്വേന എന്നുള്ള ശ്ലോകത്തിൽ കൂടെ ഭട്ടതിരിപ്പാട് കണ്ടതെന്നാണ് വേണുഗാനം പൊഴിക്കുന്ന ഭഗവാനെ കണ്ടത്. ബിർഹാപീഠം നടവരവപു കർണയോഹോ കർണികാരം ബിഭ്രദ്വാസ കനകകപിശം വൈജയന്തീം ചമാലാം രന്ധ്രാൻ വേണോരധരസുധയാ പൂരയൻ ഗോപവൃന്ദൈ വൃന്ദാരണ്യം സ്വപദരമണം പ്രാവിശൽ ഗീതകീർത്തി. വൃന്ദാവന വിഹാരിയായിട്ടുള്ള സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ വേണുഗാനം ചെയ്യുന്ന വേണുകാല ലോലനായിട്ടുള്ള ഭഗവാനാണ് ഈ ഉണ്ണിയായിട്ട് കിടക്കുന്നത് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. യശോദ ദേവകി ദേവി ഉണ്ണിക്ക് സ്തന്യപാനം ചെയ്യിപ്പിക്കുന്നു. ദേവകി ദേവിയുടെ സ്തുതിയിലും ഭഗവാൻ ശ്രദ്ധിച്ചു. കണ്ണീരോടുകൂടി ആ സ്തന്യപാനം ചെയ്യിപ്പിക്കുന്നത്. ഭഗവാൻ ചോദിച്ചു, അമ്മേ, ഞാൻ ഈ സമയത്ത് തന്നെ കംസനെ കൊന്നാലോ? കഴിവുണ്ട് എനിക്ക്. ഇപ്പം തന്നെ കംസനെ കൊന്നാലോ? കൊന്നു കഴിഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് കുറച്ച് കഴിഞ്ഞാൽ അമ്പാടിയിലേക്ക് പോകും. പോയാൽ പിന്നെ തിരിച്ചു വരില്ല. അല്ലെങ്കിൽ ഞാൻ 11 വർഷം നിങ്ങൾ എനിക്ക് വേണ്ടി പ്രതീക്ഷിച്ചിരിക്കുമോ? അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ 11 വർഷത്തിന് ശേഷം അവിടെയും അമ്പാടിയിലും ഗോകുലത്തിലും എനിക്ക് കുറച്ച് ലീലകൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അവിടെ അച്ഛനമ്മമാരുണ്ട് എനിക്ക്, അവർക്കും ആനന്ദം കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം ഞാൻ 11 വർഷത്തിന് ശേഷം ഞാൻ തിരിച്ചു വരും. തിരിച്ചു വന്നു കഴിഞ്ഞാൽ എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അമ്മ എന്ത് പറയുന്നോ അത് ചെയ്യാൻ തയ്യാറാണെന്ന് പറയുന്നു. ദേവകി ദേവി കണ്ണീരോടുകൂടെ പറഞ്ഞു, ഉണ്ണി, ഞാൻ പ്രതീക്ഷിക്കാം. 11 വർഷം ഞാൻ പ്രതീക്ഷിക്കാം. സ്തന്യപാനം ചെയ്യുന്ന സമയത്തുള്ള ഉണ്ണിയുടെ ആ രൂപത്തിനെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ ആവാഹിച്ചുകൊണ്ട് ഞാൻ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കാം. എന്നും ഓരോ ദിവസവും വിചാരിക്കും ദേവകി ദേവി, ഇന്ന് ഉണ്ണി ചിരിക്കുന്നുണ്ടാവും, ഇന്ന് കവിഴ്ന്ന് കിടക്കുന്നുണ്ടാവും, ഇന്ന് മുട്ടുകുത്തുന്നുണ്ടാവും. ഈ സ്മരണയിൽ ഞാൻ കഴിഞ്ഞോളാം എന്ന് ദേവകി ദേവി പറയുന്നു. കണ്ണീരോടുകൂടി ആ അമ്മ ഉണ്ണിയെ മടിയിൽ വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വസുദേവർക്ക് ഉണ്ണിയെ കൊണ്ടുപോയി കിടത്തേണ്ടതായിട്ടുണ്ട് അമ്പാടിയിൽ. ഉത്തരയും എടുത്തു നിന്നു വസുദേവർ ദേവകി ദേവിയുടെ മുമ്പിൽ. ദേവകി ദേവി ആ ഉണ്ണിയെ മനസ്സോടെ കൈമാറി ഭഗവാൻ വസുദേവരുടെ കയ്യിൽ കിടന്നുകൊണ്ട്, ഉത്തരീയത്തിൽ കിടന്നുകൊണ്ട് ദേവകി ദേവിയെ നോക്കിയിട്ടൊന്ന് പുഞ്ചിരിച്ചു. ഈ പുഞ്ചിരി ഹൃദയത്തിൽ ഏറ്റുവാങ്ങി ആ അമ്മ എന്നാണ്. ഓരോ നിമിഷവും 11 വർഷക്കാലം ഈ ഒരു രൂപത്തിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ആ അമ്മ ദുഃഖങ്ങളിൽ നിന്നും എങ്ങനെയോ മോചനം നേടി. ഇതേപോലെ നമ്മൾക്കും അനേകം ദുഃഖങ്ങളുണ്ടാവാം. ആ ദുഃഖങ്ങളൊക്കെ വരുന്ന സമയത്തും ഈ ഉണ്ണിയെ ദേവകി ദേവി മടിയിൽ വെച്ച് സ്തന്യപാനം ചെയ്യിച്ചിട്ടുള്ള ആ ഉണ്ണിയെ, യശോദാദേവിയുടെ ആ മടിയിൽ കിടന്ന് കളിക്കുന്ന ഉണ്ണിയെ നമ്മൾക്ക് എടുത്ത് ലാളിക്കാൻ സാധിക്കണം. ഉണ്ണിയുടെ തിരുനാമം ജപിക്കാൻ സാധിക്കണം. ഉണ്ണികൃഷ്ണൻ്റെ നാമങ്ങൾ ജപിക്കാൻ സാധിക്കണം. അങ്ങനെ വസുദേവർ ആ ഉണ്ണിയെ കയ്യിലെടുത്തു. അതോടുകൂടി അത്ഭുതങ്ങൾ സംഭവിച്ചു ഇവിടെ. കാരണം എന്താ? ഇവിടെ അത്ഭുതങ്ങൾ ഭഗവാന്റെ മാറോടനുസരിച്ച് കൂട്ടിയിട്ട് കയ്യിലുള്ള ചങ്ങലകൾ കഴിഞ്ഞു പോയെന്ന്. ബന്ധിച്ചു കിടന്നോരോ ചങ്ങല അതും പൊട്ടി ബന്ധമെന്നിയെ കവാടങ്ങളും തുറന്നുപോയി. ആ താഴിട്ട് പൊട്ടിയുള്ള ഇരുമ്പ് വാതിലുകൾ തന്നെ തുറന്നു എന്ന അത്ഭുത ബാലകനാണ് വസുദേവരുടെ കയ്യിലുള്ളത് എന്നുള്ളത് കൊണ്ട് അതിഭയങ്കരമായിട്ടുള്ള ആ മഴ പെയ്യുന്നുണ്ട്. കൂരിരുട്ടാണുള്ളത്. പക്ഷേ രണ്ടും അനുഭവപ്പെട്ടില്ല വസുദേവർക്ക്. കാരണം എന്താണ്? നമ്മളുടെ
ബലരാമേട്ടൻ ആദിസംഘർഷണമൂർത്തി 3 മാസങ്ങൾക്ക് മുമ്പേ അവതരിച്ചിട്ടുണ്ട് രോഹിണിയുടെ പുത്രനായിട്ട്. അവിടുന്ന് നേരിട്ട് വന്നു. ഹരേഹേ പ്രിയ ചികീർഷയ. എന്തിനാ അവതരിച്ചത്? തൻ്റെ സ്വാമിയായിട്ടുള്ള ഭഗവാൻ എന്തെങ്കിലും സേവനം ചെയ്യാനായിട്ടാണ് അവിടുന്ന് അവതരിച്ചത് എന്നാണ്. അത് സ്വന്തം രൂപത്തിൽ വന്നു ഇവരെ. അതാണ് അന്നേരം അനന്തനും വന്നു തൽഭണം കൊണ്ടു പിന്നിലാ മാറു നിന്നു കുടയും പിടിച്ചു തേ മിന്നുന്ന ഭണരത്നാശോഭകൾ കൊണ്ടു തന്നെ ധന്യനാം ശൗരിക്കപ്പോൾ മാർഗവും കാണായി വന്നു. കൊട പിടിച്ചു കൊടുത്തു അനന്തൻ. ആ ഭണത്തിലെ രത്നങ്ങളുടെ പ്രകാശം കൊണ്ട് ആ വഴികളിലൊന്നും കൂരിരുട്ട് അനുഭവപ്പെടുകയേ ചെയ്തില്ല എന്നാണ്. ഇതേപോലെ ഭഗവാനെ നമ്മൾ ഹൃദയത്തിൽ എടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ, കൈകളിൽ എടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് താപത്രയങ്ങൾ, അതായത് അജ്ഞാനമാകുന്ന കൂരിരുട്ടോ താപത്രയമാകുന്ന പല പല ദുഃഖങ്ങളാകുന്ന പെരുമഴയോ ഒരു ഭക്തനും അനുഭവപ്പെടില്ല. കാരണം ഭഗവാൻ കൈകളിലുണ്ട്, ഹൃദയത്തിലുണ്ട് എന്നാണ്. ഹൃദയത്തിൽ ധരിപ്പോരെ. അതാണ് മായാബന്ധം മുറിച്ചൂടൻ മുദാബ്ധിയിൽ ആഴ്ത്തിയിടുമ കല്ലു വേണമോ എന്നാണ് ഭഗവാന്റെ നീലക്കല്ല്, നീലമണി. അതിനെക്കുറിച്ചിട്ട് ഭക്തന്മാർ ഭക്തശിരോമണി വാഴകുന്നൊക്കെ വർണ്ണിക്കുന്നത് അങ്ങനെയാണ് ഭഗവാനെ കുറിച്ചിട്ട്. അങ്ങനെ ആ പ്രകാശം വഴിഞ്ഞൊഴുകുന്ന ആ വീതിയിൽ കൂടെ അതോ 2000 കണ്ണുകളെ കൊണ്ട് നോക്കി നിൽക്കുകയാണ് ആര്? ജ്യേഷ്ഠജി നോക്കി നിൽക്കുകയാണ്. ആര്? ബലരാമൻ നോക്കി നിൽക്കുകയാണ്. ഭഗവാൻ തൻ്റെ 2 കണ്ണുകളെ കൊണ്ട് ജ്യേഷ്ഠനെ നോക്കുക. വസുദേവർ ഇതൊന്നും അറിയണില്ല. കാരണം വസുദേവർ ഒരു ഭഗവാനെ കയ്യിലെടുത്തൊരു ധ്യാനത്തിലാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ്. തീരദേശവും കവിഞ്ഞൊഴുകും കാളിന്തിയിൽ ശൗരിതൻ മുഴങ്കാൽക്കു വെള്ളമായി വന്നിതപ്പോൾ അത് ഭയങ്കരമായിട്ടുള്ള തിരമാലകളോട് കൂടിയിട്ട് ആണ് ഈ കാളിന്തി കരകവിഞ്ഞൊഴുക ചെയ്യണത്. ഭഗവാന്റെ കുഞ്ഞു തൃപ്പാദത്തിൽ കാളിന്തി സ്പർശിച്ചതോട് കൂടിയിട്ട് അതെ കളിക്കാൻ ഇനി ഞാൻ വരാം, ഇപ്പോൾ അച്ഛന് വഴി കൊടുക്കൂ, എൻ്റെ തൽക്കാലം വഴി മാറൂ എന്ന ഭഗവാന്റെ സങ്കല്പത്തിനനുസരിച്ച് മാർഗം ദദൗ സിന്ധുരിവ ശ്രിയപദേഹേ. പണ്ട് കഴിഞ്ഞ അവതാരത്തിൽ ശ്രീരാമ അവതാരത്തിൽ 3 ദിവസം ഉപവാസം ചെയ്തിരുന്നു ശ്രീരാമൻ. എന്തിന്? ആ സമുദ്രം ഒന്ന് സേതുബന്ധനത്തിന് വഴി കൊടുക്കാനായിട്ട്, സേതുബന്ധനം ചെയ്യാനായിട്ട്. അന്ന് മനുഷ്യനാട്യമായിരുന്നു മർത്യാവതാരസ്ഥിക മർത്യശിക്ഷണം. അവിടുന്ന് മനുഷ്യൻ്റെ ഭാവം അഭിനയിക്കുകയായിരുന്നു. ഇവിടെയാണെങ്കിലോ അമാനുഷിക ഭാവം കാണിക്കുന്നു ഭഗവാൻ ചെറിയ ഉണ്ണിയായിട്ട് കിടന്നുകൊണ്ട് എന്നാണ്. അപ്പോൾ മാർഗം എന്തോ സിന്ധുരിവ ശ്രീയപ്പദേഹേ. 2 ഭാഗത്തെയും കാളിന്തി വഴിമാറി നന്ദഗോപരുടെ വ്രജത്തിൽ അമ്പാടിയിൽ എത്തിച്ചേർന്നു. അവിടെ പ്രസവിച്ച ആ പെൺകുഞ്ഞ് മാത്രം കരഞ്ഞുകൊണ്ടിരിക്കുന്നു. നിദ്രാവിമുദ്രിത മഥാകൃത പൗരലോകം. അമ്പാടിയിലും അതേപോലെ മധുരയിലും എല്ലാവരും ഉറങ്ങിക്കിടക്കുന്നു എന്നാണ്. എല്ലാവരും ഗാഠനിദ്രയിലാണ്. അവിടെ ആ പെൺകുഞ്ഞിനെ യശോദാദേവിയുടെ തൽപ്പത്തിൽ കണ്ട വസുദേവർ തൻ്റെ ഉണ്ണിയെ ആ യശോദാദേവിയുടെ തൽപ്പത്തിൽ കിടത്തുന്നു. ആ പെൺകുഞ്ഞിനെ കയ്യിലെടുത്ത്. 2ഉം തൂക്കം ഒരേപോലെയാണ് എന്നുണ്ടെങ്കിൽ ഗുരുനാഥൻ പറയാറുണ്ട്. അതായത് തൂക്കം ഒരേപോലെയാണ് എന്നുണ്ടെങ്കിലും വില വളരെ കൂടും. എന്തിന്? ഈ നീലമണിക്ക് വില സങ്കല്പിക്കാനേ പറ്റില്ല എന്നാണ് പറയുന്നത്. അത്രയും വിലയുണ്ട്. അപ്പോൾ ഈ ഒരു കച്ചവടത്തിൽ കുട്ടികളും ആയിട്ടുള്ള ഈ കച്ചവടം ഉണ്ടല്ലോ, കൈമാറ്റം, അതിൽ നന്ദഗോപർ വളരെയധികം അത് നേട്ടം ഉണ്ടായി. വസുദേവർക്കാണ് നന്ദഗോപർക്ക് ലാഭം ഉണ്ടായി എന്നാണ് പറയണത്. കാരണം നന്ദഗോപർ വൈശ്യൻ്റെ വർഗത്തിൽപ്പെട്ട ആളാണ് എന്നുള്ളത് കൊണ്ട് കച്ചവടത്തിൽ നല്ല കണ്ണുള്ളത് കൊണ്ട് രത്നങ്ങളുടെ തരം തിരിച്ച് നോക്കിയെടുക്കാൻ നന്ദഗോപർക്ക് നല്ല സാമർഥ്യമുണ്ട്. അതുകൊണ്ടാണ് അത്രേ ഈ ഒരു കൈമാറ്റ കച്ചവടത്തിൽ ഏറ്റവും കൂടുതൽ ലാഭം നേടിയത് നന്ദഗോപരാണെന്ന് പറയുന്നു. കാരണം 11 വർഷക്കാലം നീലരത്നത്തിനെ ലാളിക്കാനുള്ള ലീലകൾ കാണാനുള്ള ഭാഗ്യം നന്ദഗോപർക്കുണ്ടായി എന്നാണ് ആചാര്യന്മാർ പറയാറുള്ളത്. ആ പെൺകുഞ്ഞിനെ കയ്യിലെടുത്തു. തിരിച്ച് കാളിന്തി വരുമ്പോഴോ കാളിന്തി അതേപോലെ തന്നെ വീണ്ടും വഴിമാറി കൊടുത്തു. തിരിച്ച് മധുരയിൽ തന്നെ എത്തി, കാരാഗൃഹത്തിലെത്തി. ദേവകി ദേവിയുടെ കൈകളിലേക്ക് ഈ കുഞ്ഞിനെ കൊടുത്തപ്പോഴേക്ക് ഒന്നും സംഭവിക്കാത്തതുപോലെ ഈ ജയിലിൻ്റെ വാതിലുകൾ അടഞ്ഞു. കയ്യിൽ ചങ്ങറുകൾ വന്ന് ചേർന്നു. വീണ്ടും ആ ജയിലിൽ മുഴുവൻ കൂരിരുട്ട് പരന്നു എന്നാണ്. യശോദാദേവി തൻ്റെ അടുത്ത് കിടക്കുന്ന കുഞ്ഞ് ആര് എന്ന് പോലും അറിഞ്ഞില്ല.
നിദ്രയാവഗത സ്മൃതി. അമ്മ ഒന്നും അറിയാതെ കിടന്നുറങ്ങുകയാണ്. തൽക്കാലം ഉറങ്ങട്ടെ എന്ന് ഭഗവാൻ വിചാരിക്കുന്നു. കാരണം നാളെ പ്രഭാതമായി കഴിഞ്ഞാൽ ഈ തൻ്റെ യശോദാമയ്യയ്ക്ക് ഇനി ഉറക്കമുണ്ടാവില്ല. 11 വർഷക്കാലം ഉറങ്ങില്ല യശോദ. കാരണം ഇന്ന് ഉണ്ണി എന്ത് വികൃതിയാണ് കാണിക്കുക, എന്ത് പരാതി ഇവനെക്കുറിച്ച് കേൾക്കുക എന്നൊന്നും യശോദയ്ക്ക് അറിയാൻ സാധിക്കില്ല, എന്താണെന്ന് ഊഹിക്കാൻ സാധിക്കില്ല. അങ്ങനത്തെ പരാതികളാണ് ഭഗവാന്റെ വികൃതികളെക്കുറിച്ച് കേൾക്കാൻ സാധിക്കുക. അതുകൊണ്ട് ആ 11 വർഷക്കാലം അമ്മയ്ക്ക് ഉറങ്ങാൻ സാധിക്കില്ല. 11 വർഷക്കാലം മോഹിച്ച് ലാളിച്ചിട്ടുള്ള വളർത്തിയിട്ടുള്ള ഉണ്ണി പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഭഗവാനെ പിരിഞ്ഞ് യശോദയ്ക്ക് ഉറക്കമുണ്ടാവും. ഉന്മാദാവസ്ഥയിൽ പെട്ടുപോകും തൻ്റെ അമ്മ. ജീവിതം മുഴുവൻ ഉറക്കമില്ലാത്ത രാത്രികളായി തീരും തൻ്റെ അമ്മയ്ക്ക്. അതുകൊണ്ടാണ് അത്രേ ഭഗവാൻ തൽക്കാലം അമ്മ ഉറങ്ങട്ടെ എന്ന് വിചാരിച്ചത്. അപ്പോൾ ആ നീലരത്നം യശോദാദേവിയുടെ തൽപ്പത്തിലും ഒരു തങ്കമണി ഉണ്ടല്ലോ, അത് ദേവകി ദേവിയുടെ കൈകളിലുമാണ് എന്ന് നമ്മൾ കാണുന്നത്. ഈ ഒരു ദൃശ്യം നമ്മൾക്ക് എന്നും ഹൃദയത്തിൽ ഉണ്ടാവട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട്, അതായത് ഒരു കുഞ്ഞു ഉണ്ണിയായിട്ടുള്ള ചതുർഭുജമായിട്ടുള്ള നാരായണൻ ആ ഉണ്ണിയെ, ആ ചതുർബാഹുവായിട്ടുള്ള ആ ചെറിയ ബാലകനെയും അതേപോലെ തന്നെ 2 കൈയുള്ള ചെറിയ ഉണ്ണികൃഷ്ണനെ നമുക്ക് ഒരേപോലെ ലാളിക്കാൻ സാധിക്കണം. അതിന് നമ്മൾക്ക് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ, ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ. പ്രത്യേകം പ്രാർത്ഥിക്കുക. ഭഗവാന്റെ ഈ പിറന്നാളിന് പ്രത്യേക ആശംസകൾ നേരുക. കഴിയിടത്തോളം ഭഗവാന്റെ തിരുനാമങ്ങൾ ജപിക്കുക. ശ്രീമദ് ഭാഗവതത്തിലെയും നാരായണീയത്തിലെയും അവതാരത്തിലെ ശ്ലോകങ്ങളിൽ കൂടി ഒരു തീർത്ഥയാത്ര നടത്താൻ നമ്മൾക്ക് സാധിക്കട്ടെ. അന്നത്തെ ദിവസം മുഴുവൻ ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ. എന്നും ഈ രൂപം ഹൃദയത്തിലുണ്ടാവട്ടെ. ഹരേ കൃഷ്ണ. നമോ ബ്രഹ്മണ്യദേവായ ഗോബ്രാഹ്മണഹിതായ ച ജഗദ്ധിതായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ഒരു മണിക്കൂർ അത് നിർത്തണ്ടേ? അത് നിർത്തണം. അത് ഞാൻ തന്നെയാണ് പറഞ്ഞതൊക്കെ അറിയില്ല.